ഒരു വർഷത്തിനിടെ സുരേഷ് ഗോപി തൃശ്ശൂരും തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തു എന്നുള്ള ഒരു ആരോപണം വരുന്നുണ്ട്. പ്രധാനമായിട്ടും എതിർ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറൊക്കെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. ശരിക്കും അങ്ങനെ ചെയ്തോ? അങ്ങനെ ചെയ്തെങ്കിൽ സുരേഷ് ഗോപി തൃശ്ശൂർ വോട്ട് ചെയ്തു പാർലമെൻറ്റ് ഇലക്ഷന്. അതെ, തൃശ്ശൂരെ വോട്ടർ പട്ടിക പേരുണ്ടായിട്ട് സുരേഷ് ഗോപി, ഭാര്യ, മക്കൾ, സഹോദരൻ, അവരുടെ കുടുംബം എല്ലാം വോട്ട് ചെയ്തു. അത് അന്ന് തന്നെ വാർത്തയായിരുന്നു. ഇപ്പോൾ ഇന്നലെ തിരുവനന്തപുരം തദ്ദേശ കോർപ്പറേഷൻ ഇലക്ഷനിൽ സുരേഷ് ഗോപി വോട്ട് ചെയ്തു. ഇതാണിപ്പോൾ VS സുനിൽകുമാർ, പിന്നെ കോൺഗ്രസിൻ്റെ അവിടുത്തെ DCC പ്രസിഡൻ്റോ മറ്റോ ഒരു മനുഷ്യൻ, നേരെ പേരൊന്നും എനിക്കറിയത്തില്ല, ഇവരെല്ലാം കൂടെ വന്ന് പറഞ്ഞേക്കുന്നത് കണ്ടില്ലേ, സുരേഷ് ഗോപി സ്ഥിരതാമസം തൃശ്ശൂരാണെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി വോട്ട് ചെയ്തിരിക്കുന്നു, നാണമുണ്ടെങ്കിൽ രാജിവെക്കണം, തൃശ്ശൂരെ ജനങ്ങളെ കബളിപ്പിച്ചു സുരേഷ് ഗോപി. ഈ ഒരു സിനിമയ്ക്കകത്ത് KPC എഴുതിയ മറ്റോ പറയുന്ന ഒരു ഡയലോഗുണ്ട്, കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നിൻ്റെ മന്ദബുദ്ധിയെങ്കിലും എന്തെങ്കിലും പിടിക്കാമായിരുന്നു എന്ന് പറയുന്ന പോലെയാണ്. കാരണം ഇത് തെരഞ്ഞെടുപ്പുകൾ, സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയണമെന്നും സുനിൽകുമാർ പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ധാരണ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ്. നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. അത് ജനപ്രാതിനിധ്യ നിയമപ്രകാരമാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്നാൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ്, അതായത് ലോക്കൽ ബോഡി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ നടത്താൻ വേണ്ടിയിട്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ്, അതായത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും വരുമ്പോൾ ഇവിടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല, ചീഫ് ഇലക്ഷൻ ഓഫീസറാണ് ഇവിടെയുള്ളത്. അതെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഡൽഹിയിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ചീഫ് ഇലക്ഷൻ ഓഫീസറാണ്. അത് കേന്ദ്ര ഉദ്യോഗസ്ഥരാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞതുപോലെ സംസ്ഥാന തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്കൂൾ അധ്യാപകരെയും സർക്കാർ ജീവനക്കാരെയും തന്നെയാണ് ഉപയോഗിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് അങ്ങനെ തെരഞ്ഞെടുപ്പ് മുഴുവൻ നടത്താൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ജീവനക്കാരൊന്നുമില്ല. അതുകൊണ്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പാണെങ്കിലും, അതായത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പാണെങ്കിലും, നിയമസഭ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണെങ്കിലും അതിൻ്റെ രീതി എങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്ത് ഏത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മറുപടി പറയേണ്ടത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ പറയുന്ന CPI-കാരനായ സുനിൽകുമാറിനും മറ്റേ കോൺഗ്രസിൻ്റെ നേതാവിനും അറിഞ്ഞുകൂടാത്ത കാര്യമല്ല. വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന വോട്ടർ പട്ടികയും നിയമസഭാ ഇലക്ഷനും പാർലമെൻറ്റ് ഇലക്ഷൻ തയ്യാറാക്കുന്ന വോട്ടർ പട്ടികയും ഒന്നല്ല, രണ്ടും രണ്ടാണ്. അപ്പോൾ രണ്ട് വോട്ടർ പട്ടികയാണ്. അപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷന് വേണ്ടി തയ്യാറാക്കുന്ന തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ആ ലോക്കൽ ബോഡിയിൽ താമസിക്കുന്ന ആളുകൾക്ക് അവകാശമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ എവിടെയും 6 മാസത്തിലേറെ ഒരാൾ താമസിച്ചാൽ അയാൾക്ക് ആ മണ്ഡലത്തിൽ, അവിടുത്തെ നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി വോട്ട് ചേർക്കാം. ഇപ്പോൾ ഞാനിവിടുന്ന് പോയി റായ്പൂരിൽ താമസിച്ചു. അവിടെ ഞാനൊരു 6-7 മാസമായിട്ട് താമസിക്കുകയാണ്. ഇലക്ഷൻ വരുമ്പോൾ എനിക്ക് അവിടുത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളിയാകാൻ വേണ്ടി അവിടെ വോട്ട് ചേർക്കാം. ഞാൻ രേഖകൾ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വോട്ട് അവിടെ ചേർക്കാൻ പറ്റും. അതേസമയം എൻ്റെ കൊച്ചിയിലെ എൻ്റെ വോട്ടും കാണും. വേണമെങ്കിൽ അത് ക്യാൻസൽ ചെയ്യണമെന്ന് അപേക്ഷിച്ചിട്ട് വോട്ടർ പട്ടിക വോട്ട് ചേർക്കാം. എല്ലാവരും അതിന് മെനക്കെടാറില്ല. പോയി അവിടെ അപേക്ഷ കൊടുക്കും, ഡീറ്റെയിൽസ് കൊടുക്കും, അവിടുത്തെ വോട്ടർ പട്ടിക പേര് വരും, ഇവിടെയും കിടക്കും. ഇങ്ങനെ രണ്ട് സ്ഥലത്ത് വോട്ടുള്ള ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതൊരു തെറ്റല്ല. ജനപ്രാതിനിധ്യ നിയമപ്രകാരം താമസിക്കുന്ന സ്ഥലത്തെ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കാൻ ഏതൊരു പൗരനും അവകാശമുണ്ട്. നമ്മൾ വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിൽ വാടക ചിട്ടും മാത്രം മതി രേഖ. അത് നമുക്ക് വിനിയോഗിക്കാൻ വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ അവകാശം തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഇലക്ഷൻ വരുമ്പോൾ എനിക്ക് പ്രിയൻ നേമത്ത് സ്ഥാനാർത്ഥിയാണ്, എനിക്ക് പ്രിയനെ വോട്ട് ചെയ്യണമെന്നുണ്ട്. ഞാൻ അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് 6 മാസമായിട്ട് അവിടെ താമസിച്ചു, എനിക്ക് പ്രിയനെ വോട്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന് ഞാനങ്ങ് ശഠിച്ചാൽ എനിക്കതിന് നിയമപരമായ അവകാശമുണ്ടെന്നേ. അതേസമയം ഞാൻ നേമത്ത് വോട്ട് ചെയ്തു, തിരിച്ചു അല്ല നേരത്തെ പറഞ്ഞ പോലെ റായ്പൂരിൽ വോട്ട് ചെയ്തു, കൊച്ചിയിലും വന്ന് വോട്ട് ചെയ്താൽ അത് ഡബിൾ വോട്ടാണ്. അത് തെറ്റാണ്, ക്രിമിനൽ കുറ്റമാണ്. രണ്ടിടത്ത് വോട്ടർ പട്ടികയിൽ പേരുണ്ടാവുന്നത് ഒരു തെറ്റേ അല്ല. ഇത് സുനിൽകുമാറിനൊക്കെ അറിയാം. സുനിൽകുമാറിനൊക്കെ അതേപോലെ തന്നെ അറിയാം എന്താണ് പഞ്ചായത്ത് ഇലക്ഷനുള്ള വോട്ടർ പട്ടികയും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന തെരഞ്ഞെടുപ്പുകളായ പാർലമെൻറ്റ് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനുമുള്ള വോട്ടർ പട്ടികയും വേറെയാണെന്നും ഇവർക്കറിയാം. എന്നിട്ടും ഇവരെന്തിനാണ് കള്ളം പറയുന്നത്? സത്യത്തിൽ ഈ സുനിൽകുമാറിനൊക്കെ നാണമില്ലേ?
ഇയാൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, കേരളത്തിൽ മന്ത്രിയായിരുന്ന ആൾ, വളരെ മാന്യനെന്ന് അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. പക്ഷേ ലജ്ജയില്ല, തോറ്റു കഴിഞ്ഞിട്ട് തോൽവി സമ്മതിക്കാതെ നിരന്തരം ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞ് അതിൽ വിലപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് കാണുമ്പോൾ പരമപുച്ഛം തോന്നുന്നുണ്ട് പ്രിയപ്പെട്ട സുനിൽകുമാറെ. അല്ലെങ്കിൽ ഈ ചില ആളുകളുണ്ടോ, ചില പരാജയമൊക്കെ സംഭവിക്കുമ്പോൾ മദ്യഭ്രമം വന്നു പോകും, തലയുടെ ഒരു ആണി ഇളകിപ്പോകും. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ സുനിൽകുമാറിന് അങ്ങനെ സംഭവിച്ചോ എന്നാണ്. കാരണം സുനിൽകുമാർ അങ്ങനെ ജയിക്കുമെന്ന് ധരിച്ച് വശായിപ്പോയി. അവസാനം തോറ്റുപോയപ്പോൾ എന്തോ ഒരു കുഴപ്പം. മറ്റേ ഈ മണിച്ചിത്രത്താഴ് സിനിമയ്ക്കകത്ത് കുതിരവട്ടം പപ്പു ഇങ്ങനെ വെള്ളം വെള്ളം എന്ന് പറയുമ്പോൾ ചാടി പോകത്തില്ല, ഓട്ടർപട്ടിക എന്നൊക്കെ പറയുമ്പോൾ ഉടനെ സുരേഷ് ഗോപി രാജിവെക്കണം എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നലെ ക്യാമറകളെല്ലാം, ചാനൽ ക്യാമറകളെല്ലാം സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ ഭാര്യയും വോട്ട് ചെയ്യുന്നത് ചിത്രീകരിക്കാൻ വേണ്ടി ആ ശാസ്തമംഗലത്തെ ബൂത്തിൽ പോയിരുന്നു. അത് സുരേഷ് ഗോപിയോടുള്ള സ്നേഹം കൊണ്ടല്ല, ഇങ്ങനൊരു ക്യാമ്പയിൻ ഉണ്ടാവണം. സുരേഷ് ഗോപി അവിടെ വോട്ട് ചെയ്യുന്നത് കാണിച്ചിട്ട് തൃശ്ശൂരാണെന്ന് വോട്ടുണ്ടായിരുന്നു, ഇയാൾ അവിടെ പോയി വോട്ട് ചെയ്തോ എന്ന് ചോദിക്കുന്നു. രണ്ട് തരത്തിൽ തെറ്റാണ്. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ രണ്ടിൻ്റെയും വോട്ടർ പട്ടിക രണ്ടാണ്. ഇനി സുരേഷ് ഗോപി, തൃശ്ശൂർ താമസിക്കുന്ന സുരേഷ് ഗോപി അവിടെ വോട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വാടക വീടായിരുന്നു, ആ വാടക വീട് വിട്ടു. താമസം ഇപ്പോൾ ഡൽഹിയിലല്ലേ, മന്ത്രി ആയതുകൊണ്ട് ഡൽഹിയിലാണ്. അതുകൊണ്ട് ഡൽഹിയിലേക്ക് ഔട്ട് മാറ്റാം, അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ വീട് മാത്രം മതി എന്ന് വെച്ചു, തിരുവനന്തപുരത്തേക്ക് മാറ്റാം. അങ്ങനെ സുരേഷ് ഗോപിക്ക് മാറ്റുന്നതിന് ഒരു തെറ്റുമില്ല. ഇനിയിപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ ബി ഗോപാലകൃഷ്ണൻ പറയുന്നത് കേട്ടു, സുരേഷ് ഗോപിക്ക് അവിടെ ഉണ്ടായിരുന്നൊരു വീട്, ആ വീട് വിറ്റുപോയി. വാടക വീടായിരിക്കും, ആ വീട് വിറ്റുപോയി. ഇനി മറ്റൊരു വീട് കണ്ടെത്തി കഴിയുമ്പോൾ സുരേഷ് ഗോപി അങ്ങോട്ട് മാറ്റും. വേണമെങ്കിൽ ലോക്കൽ ബോഡി ഇലക്ഷനും തൃശ്ശൂർ വോട്ട് ചെയ്യാം സുരേഷ് ഗോപിക്ക്, അടുത്ത പ്രാവശ്യം അപേക്ഷ കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ വെറുതെ ഒരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിരന്തരം സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് എന്തൊക്കെ അപഖ്യാതിയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി എറണാകുളത്ത് വന്നപ്പോൾ ഞാൻ കണ്ടിരുന്നു, അദ്ദേഹത്തിന് നമ്മുടെ രാജഗോപാൽ മുത്തുവിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വന്നതാണ്. സുരേഷ് ഗോപിയുടെ നടുവിന് ഒരു പ്രശ്നം, എന്തോ നടുവ് മിന്നിയിട്ട് അദ്ദേഹത്തിന് ഇരിക്കാൻ വേണ്ടിയിട്ടൊന്നും സംസാരിക്കാൻ വയ്യ. വന്നപാടെ അദ്ദേഹം കസേരയിൽ ഇരുന്നാണ് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എണീറ്റ് നിൽക്കാൻ വയ്യാത്തതുകൊണ്ടാണ്, ക്ലേശിച്ച് വേദനിച്ചാണ് നടക്കുന്നത്. അതേപോലെ തന്നെ സുരേഷ് ഗോപിക്ക് നടക്കാൻ വയ്യാതെ ഇങ്ങനെ സുരേഷ് ഗോപിക്ക് പതുക്കെ വന്നിട്ട് സൂക്ഷിച്ചൊരു കസേരയിൽ ഇരിക്കുന്ന വീഡിയോ എടുത്തിട്ടിട്ട് തമ്പ്രാൻ്റെ ഭാവം കണ്ടിട്ടില്ലേ, ആ കസേരയിലിരിക്കുന്ന സ്ലോ മോഷൻ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി വീഡിയോ വരുന്നുണ്ട്. ആ മനുഷ്യൻ അസഹ്യമായ നടുവേദനയുമായിട്ട് കഴിഞ്ഞ ഒരു 8-10 ദിവസമായിട്ട് നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയ്ക്ക് അതിന് ട്രീറ്റ്മെൻറ്റ് പോകാൻ പറ്റിയിട്ടില്ല. ഇതൊന്നും മനസ്സിലാക്കാതെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാളെ എവിടെ കണ്ടാലും കുറ്റം പറയുക. എന്താ കാര്യം അറിയോ? തൃശ്ശൂർ അദ്ദേഹം മത്സരിച്ചു, ജയിച്ചുപോയി. സുരേഷ് ഗോപി ജയിച്ച് ഇപ്പോൾ 1.5 വർഷം കഴിയാറായി, കേന്ദ്രമന്ത്രിയായി. എന്നിട്ടും ആ ജയമാണെന്ന് അംഗീകരിക്കാൻ തയ്യാറാവാത്ത ആളുകളാണ് ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നത്. അവർക്ക് കേരളത്തിലൊരു BJP-ക്കാരൻ പാർലമെൻറ്റിൽ മത്സരിച്ച്, താമര ചിഹ്നത്തിൽ മത്സരിച്ച് പാർലമെൻറ്റിലേക്ക് എത്തിയത് അങ്ങ് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല. വലിയ കഷ്ടമാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇക്കാലം അത്രയും നിങ്ങൾ അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എവിടെയെങ്കിലും BJP ജയിക്കുമെന്ന് വന്നാൽ നിങ്ങൾ ഇടതും വലതും ഒരുമിച്ച് ചേർന്ന് പരാജയപ്പെടുത്തും, വോട്ട് മറിക്കും. ആ പണിയൊക്കെ തൃശ്ശൂർ നടത്തി. എന്നിട്ടും സുരേഷ് ഗോപി ചോദിച്ചു. ഇപ്പോൾ പരസ്പരം പോരടിക്കുന്നവരാണല്ലോ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും. കേരളം വിട്ടാൽ അവർ ഒരേ വാഹനത്തിൽ ഒരേ കുടിയും കെട്ടി ഒരേ പാത്രത്തിൽ ഉണ്ട് കഴിയും എന്ന് നമ്മൾ പറയാറുണ്ട്. കേരളത്തിലും അങ്ങനെ സംഭവിച്ചത്. കിഴക്കമ്പലത്ത് 2020 ഭരിക്കുന്ന കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ കണ്ടല്ലോ. CDMൻ്റെയും കോൺഗ്രസിൻ്റെയും കൊടി ഒരേ വാഹനത്തിൽ കെട്ടിയിട്ടാണ് ഇവരവിടെ പ്രചാരണം നടത്തിയത്. അപ്പോൾ വേണ്ടി വന്ന ഇവരൊക്കെ ഒരേ തരക്കാരാണ്. ജനാധിപത്യത്തിലൊന്നും ഇവർക്കൊരു വിശ്വാസമില്ല. ഇവരെ സംബന്ധിച്ച് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ അത് ജയമാണെന്ന് അംഗീകരിക്കാൻ തയ്യാറാവാത്ത നികൃഷ്ടമായ പാരമ്പര്യമുള്ള ആളുകളാണ് ഈ പ്രചാരണം നടത്തുക. പിന്നെ സുരേഷ് ഗോപിയെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. സ്വന്തം താല്പര്യമില്ലെങ്കിൽ കോടതി വിധി പോലും അംഗീകരിക്കില്ല. അതാണ് ഇപ്പോൾ പറയുന്ന അതിജീവിതയ്ക്കൊപ്പം. അതെ, അതിജീവിതയ്ക്കൊപ്പം ആരാണ്? അതിജീവിതയ്ക്കൊപ്പം അല്ലാത്ത എല്ലാവരും അതിജീവിതയുടെ കൂടെ തന്നെ. നീതിപീഠത്തിനൊപ്പമല്ല. അത് നമ്മൾ വേറെ സംസാരിക്കുന്നുണ്ട്. ഏതായാലും വളരെ കഷ്ടമാണ്. സുരേഷ് ഗോപിക്കെതിരെ നിരന്തരം വാർത്തകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു സ്വയം പാരയായി നിങ്ങൾക്ക് മാറും എന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ ഉരച്ച് നോക്കാതെ ചെമ്പ് തെളിഞ്ഞു എന്ന് പറഞ്ഞു. എന്ത് ചെമ്പ് തെളിഞ്ഞു എന്നാ? അതാ പറഞ്ഞത്, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് വേറെ, അതിൻ്റെ വോട്ടർ പട്ടിക വേറെ, പാർലമെൻറ്റിലേക്കും നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടിക വേറെ. ഈ പ്രാഥമിക കാര്യങ്ങളെങ്കിലും അറിയാതെ അല്ലെങ്കിൽ അറിയാമായിരുന്നിട്ടും മറച്ചു വെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടന്ന കുപ്രചരണങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നത് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷമാണ്. മാധ്യമങ്ങളുണ്ട്. സുരേഷ് ഗോപി എന്തു പറഞ്ഞാലും
എന്തു പറഞ്ഞാലും അത് കുറ്റമാക്കി വാർത്തയാക്കി ഈ മനുഷ്യനെ അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ചാണ് സുരേഷ് ഗോപിയെ വൻ ഭൂരിപക്ഷത്തിന് 75,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് നിങ്ങൾ ജയിപ്പിച്ചെടുത്തത്. നിങ്ങളത് തുടർന്നുകൊണ്ടേയിരിക്കുക. കാരണം അത് സുരേഷ് ഗോപിക്ക് അനുകൂലമായി കിട്ടുന്ന വോട്ടുകളുടെ എണ്ണം കൂട്ടാനേ സഹായിക്കൂ എന്നുള്ളത് ഈ മണ്ടന്മാരായ ആളുകൾ മനസ്സിലാക്കുന്നില്ല. ആത്മഹത്യ, മരത്തെ കയറി കടുത്തൽ കയറിട്ടിരിക്കുകയാണ്. അടി ഒന്ന് തെറ്റിയാൽ താഴെ വീണ് കുടുക്കിൽ കിടന്ന് പിടഞ്ഞു മരിക്കേണ്ടി വരും ഇത്തരം ആളുകൾ. വളരെ കഷ്ടമാണ്.